ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ നല്ലൊരു മേക്കപ്പ് മാന്റെ കയ്യിലേക്ക് എന്റെ മുഖം അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ ഐശ്വര്യ പുറകെ പോയാണ്. ചേട്ടാ ഞാൻ ഈ കംപ്ലീറ്റ് എങ്ങനെയുണ്ട് ചേട്ടാ? അല്ലടി വെറുതെ ഇങ്ങനെ വീട്ടിലേക്കായ എന്തിനാ ഇത്രയും വലിയ മേക്കപ്പ്? അതെ എന്റെ സൗന്ദര്യം മുഴുക്കി ഒന്ന് ചേട്ടനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലടി കല്യാണം കഴിഞ്ഞ് 10 വർഷമായി, ഇനി എന്ത് സൗന്ദര്യം എടുത്ത് കാണിക്കാനാ നീ? കണ്ട ചേട്ടക്ക് ഇപ്പൊ വിലയില്ലാത്തതുണ്ട. അതെ ഞങ്ങളുടെ പോലത്തെ പാവം ഭാര്യമാരെ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങക്ക് വിലയില്ലാത്തത്. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി മേക്കപ്പ് ചെയ്ത് തന്നെ നടക്കാൻ പോവാ വീട്ടിലായാലും. അതെ മേക്കപ്പ് ചെയ്താലേ എല്ലാരും സുന്ദരികൾ തന്നെ. ചേട്ടനെ ഞാൻ എന്റെ സൗന്ദര്യം മൊത്തം കാണിക്കും, കണ്ടോ? അപ്പൊ ചേട്ടക്ക് മനസ്സിലാവും. ഓ മനസ്സിലായിക്കോളാം. ഈ കണക്കൊന്നും നോക്കി എത്ര നേരമായി? റിസൾട്ട് ഇപ്പൊ വരും കേട്ടോ. എഴുതിയാ? പിന്നല്ലാണ്ട്. അനാഥാലയത്തിന് 5 കോടി, രോഗികൾക്ക് 5 കോടി, കാറ്, വീട്, സിനിമ, യാത്രകള്. അപ്പൊ എന്റെ കണക്കാ? എനിക്ക് വേണ്ടി ഒന്നുമില്ലേ? അല്ല നമ്മ രണ്ടും കൂടി അല്ലേ ഇതെല്ലാം ചെയ്യണത്. ഇതിപ്പോ അല്ല ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഡാൻസ് സ്കൂൾ തുടങ്ങാനുണ്ട്, എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല അത് പിന്നെ നമുക്ക് ഇത് തുടങ്ങാം. ഇതിപ്പോ മെയിൻ ആയിട്ട് ചെയ്യണം. അല്ല ഇത് ചേട്ടൻ എഴുതിയ തീരുമാനങ്ങളല്ലേ? അപ്പൊ എന്നോടും കൂടി ചോദിക്കണ്ടേ എന്തൊക്കെ എവിടെയൊക്കെ ചെലവാക്കണോ? ചേട്ടക്ക് മാത്രം തീരുമാനിച്ചാൽ മതിയോ? നീ എന്താ പിള്ളേരെ പോലെ? പിള്ളേരുടെ പോലെ അല്ലേ ചേട്ടാ? ചേട്ടക്ക് എപ്പോഴും ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ അങ്ങോട്ട് തീരുമാനിക്കാണ്ട് എന്നോട് പറയാം. അങ്ങനെ ശരിയാവൂല. എടി എന്ത് ചെയ്താലും ഇപ്പൊ അനാഥാലയത്തിന് കൊടുത്താലും രോഗികൾക്ക് കൊടുത്താലും കാറ്, വീട്, സിനിമ, ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന അഭിനയിക്കുക അങ്ങനെയുള്ള അത് ചേട്ടൻ സംവിധാനം ചെയ്യണം. അതല്ലല്ലോ ഞാൻ പറഞ്ഞു. ചേട്ടൻ അപ്പൊ എന്നോട് ചോദിക്കണം എടി എവിടെയൊക്കെ ചെലവാക്കണമെന്ന്. അതല്ലാണ്ട് ചേട്ടൻ തന്നെ അങ്ങോട്ട് എല്ലാം തീരുമാനിച്ച് എഴുതിയത് അത് ശരിയുള്ള ഏർപ്പാടല്ലല്ലോ ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങോട്ട് നോക്കിയേ. 50-50. നീ പിള്ളേരെ പോലെ പിന്നെ പറയണ 50-50. 50-50 തുല്യ അവകാശം എന്നല്ലേ എപ്പോഴും പറയണത്? 50-50 പറ്റില്ല. 50-50. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ റിസൾട്ട് വരും. നീ എന്റെ ചെക്ക് ഷർട്ടിലാണ് ടിക്കറ്റ് കിടക്കുന്ന ചെക്ക് ഷർട്ടിലാണ്. നീ ഒന്ന് പോയി എടുക്കണം. ചെക്ക് ഷർട്ടാ? അല്ലി നീല ചെക്ക് ഷർട്ടാ? ആണോ? അതിലാണ് ഇട്ടത്? അതിനാ കിടന്നു. ടിക്കറ്റ് എടുത്തിട്ട് വാ, TV വെക്ക്, റിസൾട്ട് വരില്ല. അതെ ഞാൻ അലക്കാനിട്ടല്ലോ ചേട്ടാ ഇന്ന് രാവിലെ. എടി ഞാൻ സ്ഥിരം കളിക്കണ എന്റെ നമ്പറുകള്. എടി ഇന്ന് ലോട്ടോ അടിക്കുമെന്ന് സ്വപ്നം പോലും കണ്ടതായില്ല. അടക്കി വെളുപ്പിച്ച് കളഞ്ഞല്ലാടി എന്റെ 50 കോടി. എടി ഈ ടിക്കറ്റിനെങ്ങാനും ഇന്ന് 50 കോടി അടിക്കുമെങ്കിൽ എന്ത് ചെയ്യൂടി നമ്മ ഇന്ന്? സോറി ചേട്ടാ. സോറി അടിക്കൂല ചേട്ടാ. അത് ഇതിനെങ്ങാനും അടിക്കുമെങ്കിൽ സത്യമായിട്ട് എനിക്കിന്ന് വട്ടായി പോകും. ഇല്ല ചേട്ടാ ഉറപ്പായിട്ടും അടിക്കൂല. അത് ഉറപ്പായിട്ട് അടിക്കൂല. നീ ആ TV വെച്ച് ഒരു സെറ്റ് വരൂലേ? നമ്പർ പോകുന്ന അടിക്കല്ലേ? അടിക്കാണ്ടിരുന്ന മതിയായിരുന്നു. 5 ഉണ്ടാടി? ഇല്ല ചേട്ടാ. 8 ഉണ്ടോ? ഇല്ല. 15 ഉണ്ടോ? ഇല്ല. 17 ഉണ്ടോ? ഇല്ല ചേട്ടാ. 26 ഉണ്ടോ? ഇല്ല ചേട്ടാ. 36. ഇല്ല. 43. ഇല്ല. എന്റെ ദൈവമേ, അടിച്ചില്ലേ എന്റെ അമ്മ. എന്തൊരു ആശ്വാസം. എനിക്കും ആശ്വാസമായി ചേട്ടാ. ഇതെങ്ങാനും അടിച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോയാ. ചേട്ടാ എനിക്കങ്ങനെ ഈ ലോകത്തിലെ ലോട്ടറി അടിക്കാത്തതിന്റെ പേരിൽ ഇത്ര സന്തോഷിക്കുന്ന ആദ്യത്തെ കപ്പ് ചിലപ്പോൾ നമ്മളായിരിക്കും. പിന്നല്ലാണ്ട് എനിക്ക് ഷുവറായിട്ട് ഭ്രാന്തായി പോയ. അല്ലെങ്കിൽ 50 കോടിയൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുമോ? നമുക്ക് താങ്ങാൻ പറ്റണ മാത്രമേ ദൈവം നമുക്ക് തരാറുള്ളൂ ചേട്ടാ. അല്ലേലും പണിയെടുത്തിനതിന്റെ ഒരു ഇതില്ല അത്. ചേട്ടോ നമ്മ മേടിച്ച മൂന്നിനൊക്കെ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടാ. അത് ശരിയാണ്ടാടി, ഞാനും കഴിച്ചു നോക്കിയതാ. ചേട്ടാ
എങ്ങാനും ഇനിയിപ്പോ ഈ കീറിപ്പോയ ലോട്ടറി നമുക്ക് അടിച്ചിരുന്നെങ്കില, ഈ 50 കോടി നമുക്ക് അടിച്ചിരുന്നെങ്കില? 50 കോടി അടിച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ എന്റെ കിളിയും പോകും, എന്നെ കൊല്ലുകയും ചെയ്യില്ല. ഓ, എന്നെ കൊന്നാലൊന്നും കുഴപ്പമില്ല. എന്റെ ചേട്ടക്ക് ഭ്രാന്ത് വരില്ലെന്നാ എന്റെ പ്രാർത്ഥന. എടി ഭ്രാന്ത് അഭിനയിച്ചാലേ എന്നെ കോടതി വെറുതെ വിടുള്ളൂ. അപ്പൊ അതല്ലേ എന്റെ മനസ്സിരിപ്പ്. വെറുതെ അല്ലോടെ എനിക്ക് ലോട്ടറി ഒന്നും അടിക്കാത്തത്. അതല്ല സ്മിത, അതല്ല, ഞാൻ തമാശ പറഞ്ഞല്ലേ. നീ എന്ത് പൊട്ടിയാണ് ശരിക്കും? എടി 50 കോടിയാണ് വലുത്, നീയാണ് വലുത്. എനിക്ക് നീയല്ലേ വലുത്. നീ കുഴപ്പമില്ല. അപ്പൊ പിന്നെ അതൊരു 100 കോടി ആയിരുന്നെങ്കിലാ? 100 കോടി എന്നൊക്കെ പറയുമ്പോ ഒന്ന് ആലോചിക്കേണ്ടി വരും. വെറുതെ അല്ലോടെ എനിക്ക് ഒരിക്കലും ലോട്ടറി അടിക്കാത്തത്. അതല്ല സ്മിത, ഞാൻ പിന്നെ തമാശിച്ചതാ. എടി തമാശ പറഞ്ഞു.